2 ദിവസം തന്നെ നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ചെമ്മാട് ഭാഗത്തു നിന്നായിരുന്നു ആ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വീട് വെച്ചതാണ്, ഒരു എൻജിനീയർ സഹായത്തോടെ കംപ്ലീറ്റ് ഫർണിഷിങ് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വീട് വെച്ചതാണ്. ഇപ്പോൾ അവരുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്തുനിന്ന് ഒരു 3 ദിവസമായിട്ട് ഒരു സൗണ്ട് കേട്ടിരുന്നു. ഒരു എന്തോ ജീവി നടക്കുന്നതായിട്ടുള്ള സൗണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇപ്പോൾ ഒരു സ്മെല്ലായി വന്നിട്ടുണ്ട്, എന്തോ ചത്ത സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, ബെഡ്റൂമിൽ കയറാനേ പറ്റുന്നില്ല. അതേപോലെ തന്നെ അത് പുറത്തേക്ക് വന്നിട്ട് ഹോളിലേക്കും കിച്ചണിലോട്ടൊക്കെ ആ സ്മെല്ല് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ എൻജിനീയറെ വിളിച്ചിട്ടുണ്ട്, ആ വർക്ക് ചെയ്ത എൻജിനീയറെ വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരുന്നു, പക്ഷേ അവർ വരാനുള്ള എന്തോ ഡിലേ, അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ഇത്തരത്തിലുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ എൻജിനീയേഴ്സും അതേപോലെ തന്നെ കോൺട്രാക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു മെസ്സേജും കൂടി പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്തിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ജീവി എവിടെയെന്നുള്ളത് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റീലിങ്ങിൽ നിന്നൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ആ ജീവിയെ കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അത് ഏകദേശം ഒരു 2 അടി ലെങ്ത്ത് വരുന്നൊരു മെരു അതിന് ചത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. മെരു, മരപ്പട്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അപ്പോൾ ഈ ഒരു ജീവിൻ്റെ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഒരു 8 അടിയോളം ബോർഡ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചാനൽ കാര്യങ്ങളൊക്കെ പുഴുക്കളൊക്കെ ചെറുതായിട്ട് വന്നുകൊണ്ട് തന്നെ കറക്റ്റ് ടെർമിനേറ്റർ യൂസ് ചെയ്തിട്ട് സാനിറ്റൈസ് ചെയ്തു. ഒരു വീട്ടുടമ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഇൻറ്റീരിയർ വർക്ക്, ഫിനിഷിംഗ് വർക്കൊക്കെ കഴിയുമ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ള കവറിങ് ഒക്കെ എയർ ഹോൾസിലും അതുപോലെ എക്സോസ്റ്റ് ഫാൻസിലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ എൻജിനീയേഴ്സിനോടും കോൺട്രാക്ടേഴ്സിനോടും ബിൽഡേഴ്സിനോടൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ട്രസ്റ്റ് ഉണ്ടാവും കസ്റ്റമറുടെ ഇടയിൽ. നമ്മൾ ക്വാളിറ്റി വർക്ക് കൊടുത്ത് നല്ല സപ്പോർട്ട് കൊടുത്ത് ഉണ്ടാക്കിയ ട്രസ്റ്റ് ഉണ്ടാവും. ഇത് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെ നോക്കുക. കാരണം ഇവിടെ തന്നെ ഈ ഒരു കേസിൽ തന്നെ അവർ ഫോൺ വെച്ചിട്ട് എടുത്തില്ല, പിന്നീട് അത് സ്വിച്ച് ഓഫ് ആക്കി ഇട്ടു. പിന്നെ എത്രയായിട്ടും എൻക്വയറി ചെയ്തിട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു പരാതി മൂലമാണ് ആ ഒരു വർക്ക് നമ്മളേക്ക് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.